ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമ്മൾ വിൻസെൻറ്റ് വാൻ ഗോഗിൻ്റെ ഫേമസ് ആയുള്ള ദ സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞ ചിത്രം നമ്മളായ രീതിയിലൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം വലിയ ഫേമസ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ക്യാൻവസ് കുറച്ച് നാളായി ട്രൈ ചെയ്തിട്ട് അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വെച്ചു. സാധാരണ ഞാനിങ്ങനെ ക്യാമറയുടെ താഴെ വെച്ച് വരയ്ക്കുന്ന എനിക്ക് എത്ര കംഫർട്ടബിൾ എന്നാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിന് മെയിൻലി നമുക്ക് വേണ്ടത് ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിന് തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മൾ ഈ ചിത്രത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്ലൂ കളറിനെ പല ഷെയ്ഡാക്കാൻ നമ്മൾ വൈറ്റ് മിക്സ് ചെയ്താണ് കൂടുതൽ. ഇപ്പം പല പല ബ്ലൂ കളർ ഷെയ്ഡ്സ് ലൈറ്റും ഡാർക്കൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ബ്ലൂവിൽ തന്നെ നമ്മൾ വൈറ്റ് ഷെയ്ഡ് മിക്സ് ചെയ്ത് നമ്മൾ അതിന് ഡാർക്കും ലൈറ്റും ഒക്കെ ഉണ്ട്. വിൻസെൻറ്റ് വാങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. പുള്ളിക്കാരൻ അദ്ദേഹം ഒരു മെൻ്റൽ അസൈലത്തിലിരുന്നുകൊണ്ട് 1889 വരച്ച ഒരു ജൂൺ വർഷത്തിൽ വരച്ച ഒരു ചിത്രമാണ് സ്റ്റാറി നൈറ്റ് നിന്ന്. അദ്ദേഹം ജനിച്ച ശേഷം പലതരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഏകദേശം 1000ഓളം ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടുതലും ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സൊക്കെ ഉണ്ടെങ്കിലും ഇത് വരച്ചത് അദ്ദേഹം മെൻ്റൽ അസൈലത്തിൽ തൻ്റെ റൂമിൻ്റെ വെളിയിൽ ജനാലകളിൽ. കാരണം പല സമയത്തും മെൻ്റൽ അസൈലത്തിൽ രോഗികൾ ശബ്ദം ഉണ്ടാക്കി രാത്രികളിലെല്ലാം ശബ്ദങ്ങൾക്കിടയിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു കലാപരമായ രീതി, അതായത് നൈറ്റ് പൂർണ്ണമായിട്ട് ചിലവഴിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ രീതിയാണ് ഇങ്ങനെ ഡ്രോയിങ് വരയ്ക്കാമെന്ന്. ഈ ഡ്രോയിങ്ങിനകത്ത് അദ്ദേഹം സ്വന്തം ജനലിലൂടെ വെളിയിലോട്ട് കാണുമ്പോൾ മുന്നിൽ കാണുന്ന ചിത്രമാണ് കാണുന്നത്. അതിനകത്ത് പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഇമാജിനേഷനെയും അതിനകത്ത് ഉള്ളിലുള്ള ഇമോഷണൽ ഫീലിങ്സിനെയും കൂടെയാണ് കാണിക്കുന്നത്. കാരണം നൊക്ടേണൽ അല്ലെങ്കിൽ രാത്രിയിൽ വരയ്ക്കുന്ന സംഭവങ്ങൾ വരയ്ക്കുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കാണുന്ന പല കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റാറി നൈറ്റ്, അതായത് ഇത് കൂടുതൽ ഫിസിക്കൽ മാത്രമല്ല ഒരു ഇമോഷണലി അദ്ദേഹത്തെ വളരെയധികം ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത ചിത്രമായതുകൊണ്ടാണ് ഇതിനെ വളരെ ഫേമസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡാർക്ക് ബ്ലൂവിനകത്ത് ഇച്ചിരി വൈറ്റ് മിക്സ് ചെയ്ത് നമ്മൾ മുകളിലത്തെ ഭാഗമൊക്കെ വരച്ച് വെക്കുകയാണ്. ഈ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ പലരുടെയും പല ഇമോഷൻസിനെ കാണിക്കുന്ന കാര്യമാണ് ഇത്. പക്ഷേ നമ്മൾ എത്ര വരയ്ക്കാൻ ശ്രമിച്ചാലും നമ്മൾ വരച്ച് വരുമ്പോഴത്തേനായിരിക്കും അതിനകത്ത് ഇച്ചിരൂടെ ഇത് ചെയ്യണമായിരിക്കും അല്ലെങ്കിൽ ഇതൂടെ മിക്സ് ചെയ്യണം എന്ന് നമ്മൾക്ക് തോന്നുന്നേ. ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ഒരു പെയിൻറ്റിങ്ങും ഒരാൾ വരച്ചതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾ വരച്ചിരിക്കുന്നത്. എപ്പോഴും ഓരോരുത്തർ വരയ്ക്കുമ്പോൾ അവരവരുടേതായ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ആദ്യം ഡാർക്കിനകത്ത് മിക്സ് ചെയ്ത് വരച്ച് ഇനി നമ്മൾ അതിനകത്ത് ഇച്ചിരൂടെ വൈറ്റ് പോർഷൻ ഇട്ട് വളരെ ലൈറ്റാക്കിയ ശേഷം നമ്മൾ അവിടെ ആ നടുഭാഗം വരയ്ക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് കാണുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ കാണും, നൈറ്റിനകത്ത് കാണുന്ന നമ്മുടെ സ്റ്റാർസ്, സ്കൈ, പിന്നെ അതുകൂടാതെ നമ്മൾ കാണുന്ന ഒരു ചർച്ചിൻ്റെ സിമ്പിളായിട്ട് കാണുന്നത് അതൊന്നും ഇനി വെളിയിൽ അദ്ദേഹം കാണുന്നതല്ലായിരുന്നു. ഈ ചർച്ചിൻ്റെ സിമ്പിളൊക്കെ അദ്ദേഹം പണ്ട് കണ്ട കാര്യങ്ങളെയാണ് ഇവിടെ അതിനകത്ത് ഈ ചിത്രത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഏകദേശം 150ഓളം ചിത്രങ്ങൾ അദ്ദേഹം ആ മെൻ്റൽ അസൈലത്തിൽ ഇരുന്നപ്പോഴത്തേനും വരച്ചിട്ടുണ്ടെന്നാണ്. കാരണം എത്രത്തോളം രാത്രികളാണ് കൂടുതൽ സമയം അദ്ദേഹത്തിൻ്റെ ഈ ഇൻഫ്ലുവൻസ് ആയ കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിനകത്ത് ചിത്രത്തിലൂടെ അങ്ങനെ വരച്ച് അപ്പം ഈ കാര്യങ്ങളെല്ലാം വളരെയധികം ഫേമസ് ആയത് പിന്നെയാണെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തിന് ഈ വിൻസെൻറ്റ് വാൻ ഗോഗിന് ആ പേര് കിട്ടിയത് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ആദ്യം ഉണ്ടായ കുട്ടി, അതായത് ആൺകുട്ടി ജനിക്കുക അതും മരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പം രണ്ടാമതുണ്ടായ ആൺകുട്ടിയാണ് വിൻസെൻറ്റ് വാൻ ഗോഗ്. അദ്ദേഹത്തിനും ആ സെയിം പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും ചർച്ചിലൊക്കെ പോകുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ തന്നെ ശവക്കല്ലറ, അതായത് ആ ശവക്കല്ലറയെ ഇതിൻ്റെ ചേട്ടൻ്റെ പേര് തന്നെയല്ലേ, അപ്പോൾ ചേട്ടൻ്റെ കലറാകുമ്പോൾ അതിന് മാനസികമായിട്ട് പല പല വിഷമങ്ങളും ഉണ്ടാകാറാണ്. അപ്പോൾ ഫിസിക്കലി വളരെ മെൻ്റലിയും വളരെ ടോർച്ചറായ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സാണ് ഇതിനകത്തെല്ലാം ഈ ചിത്രങ്ങളെല്ലാം കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ വരച്ചിട്ട് ഇനി സ്റ്റാറി നൈറ്റ് ഒരു സ്റ്റാർസിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആക്കാൻ വേണ്ടി നമ്മൾ യെല്ലോയും വൈറ്റും ഒക്കെ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അത്ര അറിയത്തില്ല. ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് വരച്ച് നോക്കുവാണ്. പെർഫെക്റ്റ് ആയോ ഇല്ലെങ്കിലും ക്ഷമിക്കുക കേട്ടോ. അപ്പം ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് വരയ്ക്കാമെന്ന് വെച്ചു. അപ്പം പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാം, ഈ വരയ്ക്കുമ്പോഴൊക്കെ എനിക്ക് വരയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് തീർക്കാതെ എഴുന്നേൽക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇച്ചിരി വരച്ച് വളരെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇതിന് സമയം ചിലവഴിക്കുന്നതുകൊണ്ട് ഒരു ദിവസം രാത്രി ഇരുന്ന് വരച്ചതാണ് ഇത്. അപ്പം ഈ നമ്മുടെ പിള്ളേർ വളരെ ചിലപ്പം കൊള്ളുമ്പോൾ അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം ഇച്ചിരി നേരം ഇരുന്ന് സമാധാനമായി ഇച്ചിരി ശാന്തിയോടെ ഇങ്ങനെ വരയ്ക്കും. ബാക്കി ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, എന്തെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ വരയ്ക്കുമ്പോൾ ഇച്ചിരി ഒരു സമാധാനം വേണം. ഇതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് എന്തെന്ന് പറയുക, ഇതിനകത്ത് കണ്ട് ഇങ്ങനെ ചെറിയ ലൈനായിട്ട് അദ്ദേഹം അത് ഈ സ്റ്റാറിന് ചുറ്റും സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ മൂന്നൊക്കെ നമ്മൾ പറയത്തില്ല ഇങ്ങനെ ചുറ്റുമുള്ള ഒരു മിൽക്കി വേ ടൈപ്പ് ഇങ്ങനെ ലൈനായി വരച്ചിരിക്കുന്ന ആ സ്റ്റാറിനൊരു കൂടുതലായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള ലൈൻസാണ് ഏറ്റവും കൂടുതൽ ഈ ചിത്രത്തിൻ്റെ മെയിൻ പോയിൻ്റ് എന്നുള്ളത്. അതുപോലെ ഡാർക്ക് ലൈൻസിലൂടെയാണെങ്കിൽ ലൈൻസിലൂടെയാണ് ഈ
ചിത്രം കൂടുതൽ ഫേമസ് ആയെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇതിനകത്ത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ പലർക്കും പല ചിത്രങ്ങൾ കാണുമ്പോഴത്തേനും ഇതിനകത്ത് പല എന്താണ് ചിലപ്പം പുറമേ നോക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് അയാൾ ആ പുള്ളിക്കാരൻ വരച്ചപ്പോൾ എന്തെല്ലാം ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും വരയ്ക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്തുള്ള കാണുന്നതാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം ആ സ്റ്റാർസിനെ കൂടുതൽ ഡീപ്പായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് വെളിയിൽ കൂടെ നമ്മൾ വൈറ്റും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്ത് അതിനെ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ എൻ്റേതായ രീതിയിലൊക്കെ വരച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ നടുക്കുള്ള ഭാഗത്തും നമ്മളിങ്ങനെ വൈറ്റ് പോർഷൻ അവിടെ വൈറ്റ് കൊണ്ട് മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വൈറ്റും പിന്നെ യെല്ലോയുമാണ് കൂടുതൽ. അവിടെ ഒത്തിരി ഡാർക്ക് ഞാൻ അടിച്ചിട്ടില്ല. പിന്നെ ജസ്റ്റ് ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എടുത്തറിയാൻ വേണ്ടി മാത്രമുള്ള ഔട്ട്ലൈനിൽ ഞാൻ ഇച്ചിരി ഡാർക്ക് വരയ്ക്കുന്നത്. അപ്പം പിന്നെ ഇത് ഓരോരുത്തർ വരയ്ക്കുമ്പോൾ നമ്മുടെ കളർ മിക്സ് ചെയ്യുന്നതിനും കളറിൻ്റെ ഡിഫറൻസ് വെച്ച് പല കളറ് പലരും യെല്ലോ കൂടുതൽ മിക്സ് ഇട്ട് വരയ്ക്കുന്നവരുണ്ട്, ചിലർ വൈറ്റ് കൂടുതൽ ഇട്ട് വരയ്ക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശമൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വെളിയിൽ കൂടെ കാണുമ്പോൾ തന്നെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു ഗ്രാമത്തിൻ്റെ ഭാഗമാണ് കാണുന്നത്. ഒരു വില്ലേജിൻ്റെ രാത്രി സമയമാകുമ്പോൾ എല്ലാ വീടുകളും കുഞ്ഞു കുഞ്ഞു വീടുകളായിട്ട് കാണുകയും അതിനകത്ത് ചെറിയതിനകത്ത് ലൈറ്റും ഒക്കെ കണ്ട് ആ ഭാഗമാണ് ഇനി നമ്മൾ താഴെ കാണുന്നത്. അപ്പം താഴോട്ടുള്ള ഭാഗങ്ങൾ ഇത് ഇത്രയും ഭാഗം നമ്മുടെ ഈ സ്കൈയുടെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ ആകാശത്തിൻ്റെ രാത്രിയിലത്തെ സ്റ്റാറി നൈറ്റിനുള്ള ഭാഗം തീർന്ന ശേഷം ഇനി നമ്മൾ വെക്കുന്ന ഗ്രാമത്തിൻ്റെ ഭാഗത്തെ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്രാമത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് നിൽക്കാൻ വേണ്ടി അതിനെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആക്കാനുള്ള ഇത് കാണിച്ച ശേഷം നമ്മൾ ഇനി വരയ്ക്കാൻ പോകുന്നത് ഇനി ഗ്രീനിഷ് ആയിട്ടുള്ള, അതായത് നമ്മുടെ നാട് ഇവിടെ ഇപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ആ സ്കൈയും നമ്മുടെ എർത്തും നമ്മൾ സെപ്പറേഷൻ കാണിക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മളൊരു മലമുകളൊക്കെ ഉള്ള കാണിക്കുക, അതായത് ഹിൽ ഏരിയ കാണിക്കുക, അത് ഗ്രീനിഷ് ഏരിയ ആയിട്ട് നമ്മുടെ പൃഥ്വിയുടെ അല്ലെങ്കിൽ ഹിന്ദി പറയാണ്, നമ്മുടെ ഭൂമിയുടെ ഭാഗം കാണിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഈ ഗ്രീനും പിന്നെ ഒരു ഷെയ്ഡ്സ്, അതായത് അവിടെ മുകളിലിങ്ങനെ ഒത്തിരി പർവ്വതങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആ പർവ്വതങ്ങളൊന്നും സത്യത്തിൽ ഇല്ലെന്നാണ് പറയുന്നത് അവിടെ, പക്ഷേ എന്നാലും അതൊക്കെ ഉള്ളതായിട്ട് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ വന്ന കാര്യം അതേ വരച്ചു. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊരു വലിയ ഒത്തിരി കളേഴ്സ് മിക്സ് ആണല്ലോ. അപ്പോൾ ഒരേ കളർ തന്നെ നമ്മൾ വരച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾക്ക് വരുന്ന ഇതിങ്ങനെ വരച്ചുമ്പോൾ ഇച്ചിരി ശരിയാണ്. ഏത് പടവും നമ്മൾ ചിലപ്പോൾ വരച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ കഴിക്കുക അയ്യോ ഇതുകൊണ്ട് ചെയ്യണമായിരിക്കും എന്ന് വരയ്ക്കുന്നത്. എത്ര ചെയ്താലും ചില സമയത്ത് നമുക്ക് പെർഫെക്ഷൻ വരത്തില്ല, അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പം നമ്മൾ ഏകദേശം വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി വരയ്ക്കേണ്ട താഴത്ത് നമ്മൾ ചെറിയ ചെറിയ വീടുകൾ വരയ്ക്കാറുണ്ട്, പിന്നെ ഒരു ചെറിയ പള്ളിയുണ്ട്. പിന്നെ അതെല്ലാം വരച്ച് കഴിയുമ്പോഴത്തേനും ഏകദേശം പെർഫെക്ഷൻ ആവത്തുള്ളെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോൾ ഞാൻ ഓർക്ക് ഇനി എന്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു മനസ്സിന് തോന്നിയ രീതിയിൽ ഞാനങ്ങ് കളർ അടിക്കണം. കാരണം ഇതിപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റത്തില്ല. പലരുടെയും നമ്മളിപ്പോൾ ചിത്രം കാണുമ്പോൾ പലരും പല രീതിയിലായിരിക്കും വരയ്ക്കുന്നത്, അതുകൊണ്ട് വ്യത്യാസങ്ങൾ കാണാം. പിന്നെ എൻ്റെ രീതിയിലൊരു സ്റ്റാറി നൈറ്റ് ഞാനങ്ങ് വരച്ചെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പടം ഇടയ്ക്ക് വരയ്ക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കുറേ നാളായിട്ട് ഈ പടം വരയ്ക്കുന്ന പരിപാടിയൊക്കെ വിട്ടിരിക്കുന്നതുകൊണ്ട് ഈ ബ്രഷും കളറൊക്കെ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിരുന്നു. ഡ്രൈ എന്ന് വെച്ചാൽ ഇത് ഞാൻ ഇപ്പം മേടിച്ച കളേഴ്സൊന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സെറ്റ് കളർ മേടിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാൻ കേട്ടോ. പിന്നെ അപ്പം കുറേ നാളുകൾക്ക് മേടിച്ചതാണ്. ഏകദേശം എനിക്കൊന്ന് 2-3 വർഷമായിട്ടോ, 4-5 വർഷത്തിൽ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏതാണ്ട് 2018-19 അപ്പോൾ അന്നോട്ടിങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വര ഇടയ്ക്ക് നിർത്തി കഴിയുമ്പോൾ ചില കളേഴ്സ് നമ്മൾ യൂസ് ചെയ്താകുമ്പോൾ അത് ഡ്രൈ ആകും. അപ്പോൾ അത് വളരെ റിക്കവർ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. അപ്പം കളേഴ്സ് ഇങ്ങനെ നമ്മൾ പറയത്തില്ല ഈ മുട്ടായിയും പല കാര്യങ്ങളൊക്കെ നമുക്ക് പിശുക്കി എടുക്കാമെന്നുള്ളത്, അതുപോലെയാണ് ഞാൻ ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ഒത്തിരി തീരല്ലേ എന്നുള്ള ഒരു വിഷമമൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് നിങ്ങൾ ആവശ്യത്തിന് നമ്മൾ കളറൊക്കെ കൊടുത്ത് വരച്ചിട്ടുണ്ടെന്നോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.